ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എൻ്റെ വീഡിയോ ഇടുന്ന താളം മുഴുവൻ തെറ്റിയിരിക്കുകയാണ്. ഫസ്റ്റ് തന്നെ എൻ്റെ മോന് സുഖമില്ല, നല്ല കഫക്കെട്ടും ജലദോഷമൊക്കെയാണ്. രണ്ടാമത് പറഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത്, ഇവിടെ ഒട്ടും റേഞ്ചില്ല. ചിലപ്പോൾ രാവിലെയൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോഴൊക്കെ ആയിരിക്കും വീഡിയോ അപ്ലോഡ് ആവുന്നത്. അതുകൊണ്ട് നല്ല ഡിലേ ആവുകയാണ്. ഞാൻ പുതിയൊരു സീരിയൽ പറയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്കതൊന്നും പിന്നീട് പൂർത്തിയാക്കാനും പറ്റിയില്ല. സുഖമില്ലാത്തത് കാരണവും ഒക്കെ ആയത് കാരണം ഡിലേ ആവുകയാണ്. അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കണം കേട്ടോ. പിന്നെ എല്ലാവരും പറയുന്നുണ്ട് അമ്മ മനസ്സിൻ്റെ സ്റ്റോറി ഇപ്പോൾ പറ്റ ഷോക്കാണെന്ന്. എനിക്കും തോന്നാറുണ്ട് കേട്ടോ, വളരെ മോശമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന്. പക്ഷേ കുറച്ച് 1-2 എപ്പിസോഡായിട്ട് നല്ല രസമുണ്ടായിരുന്നു, പക്ഷേ പിന്നീടും ഫ്ലോപ്പാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇന്നത്തെ സ്റ്റോറിയിലേക്ക് നമുക്ക് പോവാം. മേഘ ഇങ്ങനെ മനീഷിന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഒരു ക്ഷേത്രത്തിൻ്റെ ഭാഗത്തായിട്ട്. എന്തിനായിരിക്കും മനീഷ് വരണമെന്ന് പറഞ്ഞിട്ടുണ്ടാവുക എന്നൊക്കെ അവളിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്താണ് മനീഷ് അങ്ങനെ വേച്ച് അതായത് ചന്ദ്രിക എവിടെയാണോ കൊണ്ട് നിർത്തിയിട്ടുണ്ടായിരുന്നത് അവിടുന്ന് നേരെ മേഘയെ കാണാനാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മേഘയുടെ അടുത്തെത്തിയ സമയത്ത് അവൾ ചിന്തിക്കുന്നുണ്ട്, ഇതെന്ത് ഇവൻ്റെ കോല ഇങ്ങനെ, അത് വയ്യാത്തൊരവസ്ഥയിലാണല്ലോ മനീഷ് ഉള്ളത്. ഒന്നാമത് UK ഉണ്ടായിരുന്ന മനീഷ് നാട്ടിൽ വന്നപ്പോഴേക്കും ഇങ്ങനെയാണല്ലോ കാണുന്നത്. എന്താ കാര്യം? എന്നിട്ടും മേഘ ഗൗരവമൊന്നും വിടുന്നില്ല. വന്ന കാര്യം പറ എന്ന് പറയാണ്. നിന്നോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത്. എന്താ കാര്യം? വേഗം പറ, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. മേഘ വലിയ താല്പര്യമൊന്നുമില്ലാത്ത മട്ടിലാണ് സംസാരിക്കുന്നത്. മനീഷിന് അതെങ്ങനെയാണ് മേഘയോട് പറയേണ്ടത് എന്ന് അറിയില്ലായിരുന്നു. മേഘ വീണ്ടും ദേഷ്യത്തോടെ പറയണം, ഒന്ന് പറഞ്ഞു തീർക്ക് മേഘ. ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ടിട്ട് നീ ദേഷ്യപ്പെടാനോ അല്ലെങ്കിൽ തെറ്റായ ഒരു തീരുമാനം എടുക്കാനോ പാടില്ല. സമാധാനത്തോടെ കേൾക്കണം. നീ ചുറ്റിവളച്ച് കാര്യം പറയാതെ കാര്യം എന്താണെന്ന് ഡയറക്റ്റായിട്ട് പറ. നിന്റെ ഗർഭത്തിന് നീ കരുതുന്നത് പോലെ സിദ്ധു സാർ അല്ല കാരണം. അത് കേട്ടപ്പോൾ മേഘ ഒന്ന് ഞെട്ടി നിൽക്കുകയാണ്. ഞാൻ ആ ഒരു കാര്യം ചന്ദ്രികയോടും സിദ്ധാർത്ഥിനോടും പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരാഴ്ചയായിട്ട് മഹേഷ് എന്നെ ഒരു തടങ്കലിൽ പാർപ്പിച്ചിരിക്കുകയായിരുന്നു. മനീഷ് പറഞ്ഞത് കേട്ടതും മേഘ ശരിക്കും ഷോക്കായിട്ടുണ്ടായിരുന്നു. അവൾക്ക് സത്യം പറഞ്ഞാൽ കേട്ടത് വിശ്വസിക്കാനായിട്ടില്ല. കാരണം മേഘ തന്നെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത് സിദ്ധാർത്ഥ് തന്നെയാണ് അവളുടെ ഗർഭത്തിന് ഉത്തരവാദി എന്നാണ്. അപ്പോൾ മനീഷ് വിഷമത്തോടെയും കുറ്റബോധത്തോടെയും പറയുവാണ്, അതുകൊണ്ടാണ് ഈ ഒരു സത്യം ഇത്രയും ദിവസമായിട്ട് നിന്നോട് പറയാൻ എനിക്ക് സാധിക്കാതെ പോയത്. നീ എന്തൊക്കെ വിവരക്കേടായി വിളിച്ചു പറയുന്നത്? മേഘയ്ക്ക് ദേഷ്യം കൊണ്ട് മനീഷിനെ കൊല്ലാൻ തോന്നുവാണ്. അപ്പോൾ മനീഷ് പറയുന്നുണ്ട്, മേഘ ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് നീ ഒന്ന് മനസ്സിലാക്ക്. നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഞാനാണ് കാരണം. മേഘ ഞെട്ടിയിട്ട് നിൽക്കുകയാണ്. കാരണം അവൾക്ക് എങ്ങനെയായിട്ട് അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം അവളുടെ ആ ഒരു ഇതുപ്രകാരം മനീഷ് ആ സമയത്ത് നാട്ടിലുണ്ടായിരുന്നില്ല. അപ്പോൾ മനീഷ് വീണ്ടും മാപ്പ് പറയാണ്. നിന്നോട് ഇങ്ങനെ പെരുമാറിയതിന് ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുകയാണ്. അതിന് എന്ത് ശിക്ഷ വേണമെങ്കിലും നീ എനിക്ക് തന്നോളൂ, ഞാൻ സ്വീകരിച്ചോളാം. കാരണം അത്രയും വലിയൊരു തെറ്റാണ് നീ അറിയാതെ ഞാൻ നിന്നോട് ചെയ്തത്. മനീഷ് മാപ്പ് ചോദിക്കുകയാണ്. പക്ഷെ മേഘയ്ക്ക് അത് സഹിക്കാനാവുന്നൊരു തെറ്റായിരുന്നില്ല. അവൾ അവൻ്റെ ഷർട്ടിന് കുത്തിപ്പിടിച്ചിട്ട് ചോദിക്കുകയാണ്, എന്താടാ നിനക്ക് എന്നെ കാണുമ്പോൾ ഒരു മണ്ടിയായിട്ട് തോന്നുന്നുണ്ടോ? നീ എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്ന ഒരു പൊട്ടിയായിട്ടാണോ നിനക്ക് എന്നെ തോന്നുന്നത്? അവൾക്ക് തൻ്റെ രോഷം അടക്കി നിർത്താനാവുന്നില്ല. അയ്യോ മേഘ, ഞാൻ പറയുന്നത് സത്യമാണ്, ഞാനാണേ സത്യം. ഇതെങ്ങനെയാണ് നിന്നെ പറഞ്ഞ് മനസ്സിലാക്കി വിശ്വസിപ്പിക്കുക എന്ന് എനിക്കറിയില്ല. ഇങ്ങനെ വന്ന് എന്നോട് പറയാൻ വേണ്ടി സിദ്ധു നിനക്ക് എത്രമാത്രം പണം തന്നു? പറ. സിദ്ധുവിൻ്റെ അടുക്കുന്ന പണം വാങ്ങിയിട്ടല്ലേ നീ വന്നിട്ട് ഇപ്പം എന്നോട് ഇങ്ങനെ പറഞ്ഞത്? മനീഷിന് അത് കേട്ടപ്പോൾ ദേഷ്യം വരികയാണ്. ഞാൻ എന്തിനാ അവൻ്റെ അടുത്ത് നിന്ന് പൈസ വാങ്ങിക്കുന്നത്? സത്യം പറയുവാണെങ്കിൽ ഈ ഒരു കാര്യം ഈ നിമിഷം വരെ സിദ്ധുവിനും ചന്ദ്രയ്ക്കും അറിയില്ല. മേഘയ്ക്ക് അത് കേട്ടപ്പോൾ ശരിയാണെന്ന് തോന്നുന്നുണ്ട്. കാരണം സിദ്ധാർത്ഥോ ചന്ദ്രിക അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ നേരത്തെ അവർ ഈ കാര്യം മേഘയോട് പറയുമായിരുന്നു. അപ്പോൾ മനീഷ് പറഞ്ഞു കൊടുക്കുകയാണ്, എന്താ ശരിക്കും സംഭവിച്ചതെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ദയവ് ചെയ്ത് നീ ഒന്ന് ക്ഷമയോടെ കേൾക്ക്. സംഭവം നടന്ന ആ ദിവസം ഞാൻ നിൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അതായത് നീ മദ്യപിച്ചിട്ട് സിദ്ധാർത്ഥ് നിന്നെ വീട്ടിലെ കിടക്കയിൽ കിടത്തിയിട്ട് പോയ ആ സമയത്തിന് ശേഷം നീ നിൻ്റെ വീട്ടിൽ വന്ന സമയത്ത് നിനക്ക് ഒട്ടും തന്നെ ബോധം ഉണ്ടായിരുന്നില്ല. നീ എന്തൊക്കെയോ ബോധമില്ലാതെ ഇങ്ങനെ പിച്ചും പേയും പറയുന്നുണ്ടായിരുന്നു. നീ അങ്ങനെ സംസാരിക്കുന്നത് കുറച്ചു നേരം ഞാൻ നോക്കി നിന്ന് ആസ്വദിച്ചു. പക്ഷേ എന്തോ നിന്നെ തനിച്ച് ആ വീട്ടിൽ വിട്ടിട്ട് പോകാൻ എനിക്ക് തോന്നിയില്ല. കാരണം നിൻ്റെ മുത്തശ്ശിയും നമ്മുടെ മോളും നിൻ്റെ മനോഹര മാമനൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ഒരുപാട് സമയം നീ അങ്ങനെ സംസാരിക്കുന്നത് നോക്കി ഞാൻ നിൽക്കുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് ചെറുതായിട്ട് ഇടിയും മിന്നലും കാറ്റുമൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് കരണ്ട് കൂടെ പോയപ്പോൾ എനിക്ക് നിന്നെ വിട്ടിട്ട് പോകാൻ തീരെ മനസ്സ് വന്നില്ല. ഒന്നാമത് പുതക്കുകയൊന്നും ചെയ്യാതെ നീ തണുത്ത് വിറച്ച് കിടക്കുന്നത് പോലെയായിട്ടാണ് എനിക്ക് തോന്നിയത്. ആ സമയത്ത് ഞാൻ പോലും അറിയാതെ ഞാൻ നിന്നോട് മോശമായിട്ടാണ് പെരുമാറിയത്. മനീഷ് അന്ന് നടന്ന കാര്യങ്ങളൊക്കെ മേഘയ്ക്ക് പറഞ്ഞു കൊടുക്കുവാണ്. അന്ന് അവിടെ വന്നതും മേഘയോട് അവൻ മോശമായിട്ട് പെരുമാറിയതൊക്കെ കേട്ട സമയത്ത് മേഘ ശരിക്കും ഞെട്ടിയിട്ടുണ്ടായിരുന്നു. അവൻ പറയുന്നുണ്ട്, ഇതാണ് അന്ന് സംഭവിച്ചത്. നീ എനിക്ക് എന്ത് ശിക്ഷ തന്നാലും ഞാനത് സ്വീകരിക്കാം.
പക്ഷേ എന്നിട്ടും മേഘയ്ക്ക് അത് അവളെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ സാധിക്കുന്നില്ല. അവൾ വന്നിട്ട് മനീഷിനോട് പറയാണ്, സബാഷ്, സിദ്ധു നിന്നോട് വന്ന് പറഞ്ഞ കഥ നീ അതുപോലെ ആളെ മാറ്റിയിട്ട് എൻ്റെ അടുത്ത് വന്ന് പറയാണോ? നീ പറഞ്ഞ വെള്ളം തൊടാതെ അത് ഞാൻ വിശ്വസിക്കുന്നു നീ കരുതിയോ? പക്ഷേ ഞാനിത് വിശ്വസിക്കുന്നു നീ സ്വപ്നത്തിൽ കരുതണ്ട. എനിക്ക് ഉറപ്പാണ് സിദ്ധാർത്ഥിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇപ്പം ഇങ്ങനെ ഒരു കഥയുമായിട്ട് നീ വന്നിട്ടുള്ളത്. നിന്റെ വാക്ക് കേട്ടിട്ട് വിഡ്ഢിയാവുന്ന ഒരുത്തിയല്ല ഞാൻ, അങ്ങനെ നീ കരുതണ്ട. നീ പറഞ്ഞ ഈ കള്ളക്കഥ മേഘ വിശ്വസിച്ചിട്ടില്ലെന്ന് പോയിട്ട് നീ സിദ്ധാർത്ഥിനോട് ഇപ്പം തന്നെ പറഞ്ഞേക്ക്. മനീഷിന് എങ്ങനെയാണ് അവളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്ന് അറിയില്ലായിരുന്നു. മേഘ, ഞാൻ പറയുന്നത് നിനക്ക് വിശ്വാസമാവുന്നില്ലെങ്കിൽ നീ ഇപ്പം തന്നെ എൻ്റെ കൂടെ ഹോസ്പിറ്റലിലേക്ക് വാ. അവിടെ പോയി ടെസ്റ്റ് എടുക്കുകയാണെങ്കിൽ എല്ലാ സത്യവും നിനക്ക് മനസ്സിലാവും. അത് കേട്ടപ്പോൾ മേഘ ഒന്ന് പതർച്ചയോടെ അവനെ നോക്കുവാണ്. നീ പറയുന്നത് പോലെ സിദ്ധാർത്ഥല്ല നിന്റെ ഗർഭത്തിന് ഉത്തരവാദി. നീ ഏത് ഹോസ്പിറ്റലിലേക്ക് പോവാൻ പറഞ്ഞാലും നിന്റെ കൂടെ വരാൻ ഞാൻ തയ്യാറാണ്. നീ തന്നെ ആലോചിക്ക് ഏത് ഹോസ്പിറ്റലിലാണ് നമ്മൾ പോവേണ്ടത് എന്ന്. നീ ഹോസ്പിറ്റലിലേക്ക് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഥകളൊക്കെ ഞാൻ വിശ്വസിക്കുന്നതാണോ നീ കരുതിയത്? നിനക്ക് പണം തന്നിട്ട് സിദ്ധാർത്ഥിന് എൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടാൻ സാധിക്കുമെങ്കിൽ ഏത് ഹോസ്പിറ്റലിൽ വേണമെങ്കിലും പണം കൊടുത്ത് അവൻ അവരെ സ്വാധീനിക്കും. അവൻ്റെ കുഞ്ഞല്ല എൻ്റെ വയറ്റിൽ വളരുന്നത് എന്ന് എന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടി. അതുകൊണ്ട് നീ വിചാരിക്കുന്നത് പോലെ ഒരു ഹോസ്പിറ്റലിലേക്കും ഞാൻ വരുന്നു നീ കരുതണ്ട. മേഘ, സത്യമായിട്ടും നിന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. നിൻ്റെ സംശയമെങ്കിലും അറ്റ്ലീസ്റ്റ് തീരുമല്ലോ. മനീഷ് വീണ്ടും വീണ്ടും അവളോട് യാചിക്കുകയാണ്. അപ്പോൾ മേഘ തൊഴുകൈയോട് അവനോട് പറയുന്നുണ്ട്, എനിക്ക് ഒരു സംശയവും ഇല്ല. നീ പറയുന്ന കള്ളക്കഥ വിശ്വസിക്കാൻ ഞാൻ മണ്ടിയല്ല. എനിക്കറിയാം എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് സിദ്ധാർത്ഥിൻ്റേതാണെന്ന്. അതുകൊണ്ട് ഇനിയും ഓരോന്ന് പറഞ്ഞിട്ട് എൻ്റെ മനസ്സ് മാറ്റാനെന്നൊന്നും നീ ശ്രമിക്കണ്ട. ദയവ് ചെയ്ത് എൻ്റെ കൺമുന്നിൽ ഇനി നീ വരാൻ പാടില്ല. എൻ്റെ മുന്നിൽ നിന്ന് പോ എന്ന് പറഞ്ഞ് മേഘ ദേഷ്യത്തോടെ മുഖം തിരിക്കുകയാണ്. അവൻ അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. മേഘ അവന് മുഖം കൊടുക്കാതെ വീണ്ടും പറയുന്നുണ്ട്, നിന്നോട് പോവാനല്ലേ പറഞ്ഞത്? ഇനി എങ്ങനെ ഇവളെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നറിയാതെ മനീഷ് വിളിക്കുകയാണ്. മേഘ, ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞ് തീരുമ്പോഴേക്കും മേഘ അവൻ്റെ ചെകിട്ടത്ത് നോക്കി ഒന്ന് പൊട്ടിച്ചു കൊടുക്കുവാണ്. പോ, ഇനി എൻ്റെ കൺമുന്നിൽ കാണാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് മേഘ അലറുന്നുണ്ട്. ആ സമയത്ത് മനീഷ് ആദ്യം വന്ന ദേഷ്യത്തിൽ മേഘയെ നോക്കിയെങ്കിലും പിന്നീട് അവളുടെ ആ ഒരു മാനസികാവസ്ഥ മനസ്സിലാക്കിയിട്ട് അവൻ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോവുകയാണ്. മേഘയ്ക്കാണെങ്കിൽ മനീഷ് പോയതിന് ശേഷം ഒരു സ്ഥലകാല ബോധമില്ലാത്തൊരവസ്ഥയിലായിരുന്നു. അവളിങ്ങനെ പതറിക്കൊണ്ട് നിൽക്കുകയാണ്. ഇനി ഒരു പക്ഷേ മനീഷ് പറഞ്ഞത് സത്യമായിരിക്കുമോ എന്നൊക്കെ അവൾക്ക് തോന്നുന്നുണ്ട്. അവൾ തല തല്ലിയിട്ട് അലറുവാണ്. അതേസമയം ചന്ദ്രികയുടെ വീട്ടിലാണെങ്കിൽ മഹേന്ദ്രനും മുത്തശ്ശനും സോഫയിൽ ഇരിക്കുകയാണ്. ലക്ഷ്മി അങ്ങോട്ടേക്ക് രണ്ടുപേർക്കും കോഫി കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് മഹേന്ദ്രൻ അച്ഛനോട് പറയാണ്, അച്ഛാ, മേഘ സിദ്ധുവിനെതിരെ കൊടുത്ത കേസിന് നാളെയാണ് കോടതിയിൽ അതിൻ്റെ തീർപ്പുള്ളത്. മേഘ പറഞ്ഞതൊക്കെ കള്ളമാണെന്ന് കോർട്ടിൽ തെളിയിച്ചതിന് ശേഷം അവളുടെ മുഖത്ത് കരിവാരി തേക്കണം. മുത്തശ്ശൻ അത്രയ്ക്ക് ദേഷ്യമുണ്ടായിരുന്നു മേഘയുടെ അടുത്ത്. അപ്പോഴേ എൻ്റെ മനസ്സിന് സമാധാനമാവുള്ളൂ. അവൾ കാരണം ഈ കുടുംബത്തിൻ്റെ സമാധാനവും സന്തോഷവും അഭിമാനവും ഒക്കെ പോയി. അത് ശരിയാണെന്നുള്ള അർത്ഥത്തിൽ മഹേന്ദ്രനും ലക്ഷ്മിയും നിൽക്കുകയാണ്. ഇന്ന് വന്ന് അവൾ നമ്മുടെ മക്കളെ ജീവിക്കാൻ പോലും അനുവദിക്കാത്ത അവസ്ഥയിലാക്കി. നമ്മുടെ വീട്ടിൽ നമ്മൾ വളർത്തിയ മോളാണല്ലോ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് അവൾ ചെയ്ത തെറ്റുകൾക്കൊക്കെ അവൾക്ക് അതിനനുസരിച്ച് ശിക്ഷ കൊടുക്കാതെ ഞാൻ ക്ഷമയോടെ നിൽക്കുന്നത്. മുത്തശ്ശൻ്റെ ദേഷ്യം അത്രയ്ക്ക് അധികമായിരുന്നു. അല്ലെങ്കിൽ എപ്പോഴോ അവളെ വെട്ടിക്കൊന്നിട്ട് ഞാൻ ജയിലിൽ പോയിട്ടുണ്ടാവുമായിരുന്നു. മേഘ നമ്മളോട് ചെയ്ത തെറ്റുകളൊക്കെ ക്ഷമിച്ച് അവൾക്ക് തിരുത്താനൊരവസരം ഞാൻ കൊടുത്തു. പക്ഷേ അവൾ തിരുത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ലക്ഷ്മിയും പറയുകയാണ്, ഇനി മേഘ ചെയ്ത തെറ്റുകൾക്കൊക്കെ ദൈവം തന്നെയാണ് അവൾക്ക് ശിക്ഷ കൊടുത്ത് അവളെ തിരുത്തേണ്ടത്. അവർ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോഴാണ് ചന്ദ്രികയും സിദ്ധാർത്ഥവും അങ്ങോട്ടേക്ക് വരുന്നത്. പക്ഷേ അവരുടെ രണ്ടുപേരുടെയും മുഖത്ത് എന്തോ ഒരു ടെൻഷൻ ഉള്ളത് പോലെയുണ്ട്. അവരകത്തേക്ക് വന്ന സമയത്ത് മഹേന്ദ്രനാണ് ചോദിക്കുന്നത്, എന്താ നിങ്ങളുടെ രണ്ടുപേരുടെയും മുഖം വല്ലാതിരിക്കുന്നത്? നിങ്ങൾ എവിടെ പോയിട്ട് വന്നതാണ് എന്ന് ചോദിക്കുന്ന സമയത്ത് രണ്ടുപേരും പരസ്പരം മുഖത്തോട് മുഖം നോക്കുവാണ്. എന്നിട്ട് ചന്ദ്രികയാണ് പറയുന്നത്, അച്ഛാ, മനീഷ് UK-യിലല്ല, അവൻ നാട്ടിലുണ്ട്. അത് കേട്ട സമയത്ത് മുത്തശ്ശനും മഹേന്ദ്രനും ലക്ഷ്മി ഒരുപോലെ ഞെട്ടുവാണ്. എന്നിട്ട് മഹേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്താ ചന്ദ്രിക നീ പറയുന്നത്? മനീഷ് ഇവിടെ നാട്ടിലുണ്ടായിട്ടാണോ നമ്മളെ കാണാൻ വരാത്തത്? ഇത്രയധികം പ്രശ്നങ്ങളുണ്ടായിട്ടും. മനീഷിനെ മഹേഷ് തട്ടിക്കൊണ്ടു പോയിട്ടാണ് ഉണ്ടായിരുന്നത്. ചന്ദ്രിക പറഞ്ഞത് കേട്ടത് അവർ വീണ്ടും ഞെട്ടുന്നുണ്ടായിരുന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, നീ എന്താ പറയുന്നത്? മനീഷിനെ മഹേഷ് തട്ടിക്കൊണ്ടുപോയെന്നോ? അതെന്തിനി? അവർക്ക് രണ്ടുപേർക്കും ഇടയിൽ അതിനും മാത്രം വലിയ പ്രശ്നം എന്താണ്? അതുതന്നെയാണ് അങ്കിൾ മനസ്സിലാവാത്തത്. സിദ്ധുവാണ് പറയുന്നത്. മഹേഷ് മനീഷിനെ തട്ടിക്കൊണ്ടുപോയതിൻ്റെ കാരണം എന്താണെന്ന് മനീഷ് പറയുന്നില്ല. മേഘയോട് ആദ്യം പോയി പറഞ്ഞതിന് ശേഷം എന്നോട് വന്ന് പിന്നീട് പറയാമെന്നാണ് അവൻ പറഞ്ഞത്. അത് കേട്ടപ്പോൾ എല്ലാവർക്കും എന്തൊക്കെയോ സംശയങ്ങളാവുകയാണ്. ഇതെന്താ പുതിയ പ്രശ്നം? ഇനി മനീഷിനെ മഹേഷ് എന്തിനെ തട്ടിക്കൊണ്ടുപോയതായിരിക്കും? മുത്തശ്ശൻ ചോദിക്കുകയാണ്.
അവൻ തട്ടിക്കൊണ്ടുപോയത് എന്തിനാണെന്ന് മനീഷിനറിയാം. പിന്നെ എന്തുകൊണ്ട് ആ കാരണം മനീഷ് നിങ്ങളോട് പറയാത്തത്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. മനീഷിനെ മഹേഷ് തട്ടിക്കൊണ്ടുപോയ കാര്യം മേഘയ്ക്ക് അറിയാമോ? ഇല്ല എന്നാണ് തോന്നുന്നത് അച്ഛാ. മനീഷ് പറഞ്ഞത് പ്രകാരം മേഘയ്ക്ക് അറിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ചന്ദ്രിക പറഞ്ഞപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണോ? മഹേഷാണ് തിരുത്തി നന്നായിട്ട് ജീവിക്കാൻ തുടങ്ങിയെന്നല്ലേ സിദ്ധു പറഞ്ഞത്? അത് കേട്ടപ്പോൾ സിദ്ധാർത്ഥ തലതാഴ്ത്തി നിൽക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക അവനെ നോക്കിയിട്ട് എല്ലാവരും കേൾക്കെ പറയുന്നുണ്ട്, മഹേഷ് ഒരു കാലത്തും തിരുത്തി നന്നാവില്ല മുത്തശ്ശ. സിദ്ധു സാറാണ് അവൻ നന്നായി എന്ന് പറഞ്ഞ് വിശ്വസിച്ച് നടന്നത്. ആര് വേണമെങ്കിലും വിശ്വസിച്ചോ, പക്ഷേ മഹേഷിനെ മാത്രം വിശ്വസിക്കരുതെന്ന് ഞാൻ എത്ര പ്രാവശ്യം സിദ്ധു സാറിനോട് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ? പക്ഷേ എത്രയൊക്കെ ഞാൻ പറഞ്ഞിട്ടും സിദ്ധു സാറാണെങ്കിൽ മഹേഷിനെ സഹായിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അത് കേട്ടപ്പോൾ സിദ്ധു ശരിക്കും ചമ്മിയൊരവസ്ഥയിൽ നിൽക്കുകയാണ്. കാരണം അവൻ ചെയ്തത് തെറ്റാണെന്ന് ഇപ്പോൾ അവനും ബോധ്യമുണ്ടായിരുന്നു. ലക്ഷ്മി മഹേന്ദ്രനോട് ചോദിക്കുകയാണ്, ഏട്ടാ എന്തായിരിക്കും കാരണം മനീഷിനെ മഹേഷ് തട്ടിക്കൊണ്ടുപോവാൻ? അവർ പറഞ്ഞാലല്ലേ ലക്ഷ്മി നമുക്ക് അറിയാൻ പറ്റുള്ളൂ. മനീഷാണെങ്കിൽ അത് ആരോടും പറയുന്നില്ലല്ലോ. മനീഷ് പറയുന്നത് വരെ നമ്മൾ ക്ഷമയോടെ നിന്നേ മതിയാവൂ. അവരെല്ലാവരും ആകെ ഒരു ടെൻഷനിലാണ് ഉണ്ടായിരുന്നത്. ചന്ദ്രിക അവിടെ നിന്ന് പോവുകയാണ്, പിന്നാലെ സിദ്ധാർത്ഥും. അതേസമയം മേഘയാണെങ്കിൽ അവളുടെ വീട്ടിൽ തനിച്ചേ ഉണ്ടായിരുന്നുള്ളൂ. മനീഷ് വന്ന് കണ്ട് സംസാരിച്ചത് തന്നെയാണ് അവളുടെ മനസ്സിൽ കൂടെ വരുന്നത്. അത് ആലോചിച്ച് മേഘ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. നിന്റെ ഗർഭത്തിന് സിദ്ധു സാറല്ല കാരണം, നിന്റെ ഗർഭത്തിന് ഞാനാണ് കാരണം. ഈ സത്യം സിദ്ധാർത്ഥും ചന്ദ്രികയും അറിയാതിരിക്കാൻ വേണ്ടി ഒരു ആഴ്ചയോളായി മഹേഷ് എന്നെ തട്ടിക്കൊണ്ടുപോയിട്ടാണ് ഉണ്ടായിരുന്നത്. ഈ ഒരു സത്യം നിന്നെ അറിയിക്കാൻ വേണ്ടി ഒരാഴ്ചയായി ഞാൻ നാട്ടിൽ വന്നിട്ട്, പക്ഷേ ഈ ഒരു സത്യം നിന്നെ അറിയിക്കാൻ മഹേഷ് എന്നെ അനുവദിച്ചില്ല എന്ന് പറയാണ്. അതിനുശേഷം മേഘ ആലോചിക്കുന്നത് അവൾ മീഡിയാസിന് മുന്നിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു വാർത്തയായിരുന്നു. ഈ ഒരു വാർത്ത കേട്ടിട്ട് എല്ലാ അധികാരികളും സിദ്ധാർത്ഥിനെതിരെ ആക്ഷൻ എടുക്കണമെന്നും അവളെയും അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനും നീതി വാങ്ങിച്ചു കൊടുക്കണമെന്നും. സിദ്ധുവിൻ്റെ കുഞ്ഞ് എൻ്റെ വയറ്റിൽ വളരുന്നിടത്തോളം കാലം എനിക്കും എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനും സിദ്ധാർത്ഥ് ഉടമയായിരിക്കണം എന്ന് പറഞ്ഞിട്ടായിരുന്നു അന്ന് മേഘ മീഡിയാസിന് മുന്നിൽ പൊട്ടിക്കരഞ്ഞത്. സംഭവിച്ച ഓരോരോ കാര്യങ്ങൾ ഓർത്ത് മേഘ പൊട്ടിക്കരയാണ്. മണ്ഡപത്തിൽ ചെന്നതും ചന്ദ്രികയുടെ കഴുത്തിൽ സിദ്ധാർത്ഥ് കെട്ടിയിട്ടുണ്ടായിരുന്ന താലി പറിച്ചെടുത്തു കൊണ്ടുവന്നതും അതിനുശേഷം മനീഷ് പറഞ്ഞ ആ ഒരു കഥയും അന്ന് രാത്രി മനീഷ് അവിടെ വന്നതും അവളെ മോശമായൊരു കണ്ണോടെ കണ്ട് അവളോട് മോശമായി പെരുമാറിയതും അങ്ങനെ മേഘ അറിഞ്ഞ സത്യങ്ങളും അവൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങളും ഒക്കെ ആലോചിച്ചിട്ട് അവൾ പൊട്ടിക്കരയാണ്. മേഘയ്ക്ക് അവളുടെ തല പൊട്ടുന്നത് പോലെ തോന്നുന്നുണ്ടായിരുന്നു. അവൾ തന്നെ ചിന്തിക്കുകയാണ്, ഇനിയൊരു പക്ഷേ മനീഷ് പറഞ്ഞതൊക്കെ സത്യമായിരിക്കുമോ? ഞാനാണോ ഇനി തെറ്റിദ്ധരിച്ച് സിദ്ധാർത്ഥിൻ്റെ മേൽ ഇല്ലാത്ത കുറ്റം ചാർത്തിക്കൊടുത്തത് എന്നിങ്ങനെ മേഘ സ്വയം ചിന്തിക്കുന്ന ആ ഒരു നിമിഷം തന്നെ അവൾ വീണ്ടും ചിന്തിക്കുകയാണ്, ഇല്ല അങ്ങനെ ആയിരിക്കില്ല, ഞാൻ തെറ്റായിട്ട് ധരിക്കില്ല. കാരണം മനീഷ് അങ്ങനെയൊന്നും ചെയ്യുന്ന ഒരാളല്ല. അവനിപ്പോൾ സിദ്ധുവിനെ രക്ഷിക്കാൻ വേണ്ടിയായിരിക്കും ഇങ്ങനെ ഒരു കഥയുമായിട്ട് വന്നിട്ടുണ്ടാവുക. പക്ഷേ മനീഷ് തന്നെ അവനാണ് എൻ്റെ അടുത്ത് മോശമായി പെരുമാറിയത് എന്ന് പറയുമ്പോൾ അതൊരു പക്ഷേ സത്യമായിരിക്കില്ലേ? മേഘയ്ക്ക് ഓരോന്ന് ഓർക്കും തോറും അവളുടെ നിയന്ത്രണം വിട്ടുകൊണ്ടേയിരിക്കുകയാണ്. അവളൊരു ഭ്രാന്തിയെ പോലെ മുടിയഴിച്ചിട്ട് ഇങ്ങനെ പൊട്ടിക്കരയാണ്. ദൈവമേ, എന്തൊരു അവസ്ഥയാണിത്, എന്തൊരു ഗതികേടാണിത്. സിദ്ധുവാണ് എന്നോട് മോശമായി പെരുമാറിയത് എന്ന് പറഞ്ഞ് ഉള്ള മീഡിയാസിനെ മൊത്തം വിളിച്ചു വരുത്തി എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ അവനാണെന്ന് പറഞ്ഞ് അവനെ നാണം കെടുത്തുകയും ചെയ്തു. മനീഷാണെങ്കിൽ എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ അവനാണെന്ന് പറയുകയും ചെയ്യുന്നു. ഇത്രയും മോശമായൊരു പെണ്ണായിട്ടല്ലേ ഇനി നാട് മുഴുവൻ എന്നെ കാണുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ചിട്ടാണ് മേഘ കരയുന്നത്. ഇനി സിദ്ധു അല്ല എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് എന്ന് നാളെ DNA ടെസ്റ്റിലൂടെ അറിയുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഈ നാട് മൊത്തം എന്നെ വൃത്തികെട്ടൊരു പെണ്ണായിട്ടല്ലേ കാണുക. ഈ നശിച്ച മനീഷ് കാരണം എൻ്റെ ജീവിതം നശിച്ചു പോയല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ടാണ് മേഘ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദൈവമേ, ഇനി ഞാൻ എന്താ ചെയ്യുക എന്നും പറഞ്ഞിട്ട് മേഘ സ്വയം അവളെ തന്നെ ശിക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. തലയ്ക്കൊക്കെ ഇങ്ങനെ അടിക്കുകയും അതുപോലെ തന്നെ ഒരു ഭ്രാന്തിയെ പോലെ അവളിങ്ങനെ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. മേഘയ്ക്ക് അവളെ നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതേസമയം സിദ്ധാർത്ഥാണെങ്കിൽ മഹേഷ് നിൽക്കുന്ന ഓട്ടോ സ്റ്റാൻഡിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ വന്നപ്പോൾ അവൻ്റെ ഓട്ടോ അവിടെ കാണാനില്ല. അതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു ഓട്ടോയിൽ ഒരു പയ്യനോട് ചോദിക്കുന്നുണ്ട്, മഹേഷ് എവിടെയും ചോദിക്കുന്ന സമയത്ത് അവ പറയുകയാണ്, 1-2 ദിവസമായിട്ട് അവനിപ്പോൾ വരാറില്ല, എന്താണെന്ന് അറിയില്ല. അങ്ങനെയാണെങ്കിൽ മഹേഷ് വരുന്ന സമയത്ത് എൻ്റെ ഈ നമ്പർ ഒന്ന് കൊടുക്കുമോ, അല്ലെങ്കിൽ എന്നെ ഒന്ന് വിളിച്ച് പറയുമോ എന്നൊക്കെ ചോദിച്ചിട്ട് സിദ്ധാർത്ഥ് അവൻ്റെ നമ്പർ ആ പയ്യൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. ഇതൊക്കെ മറ്റൊരു ഓട്ടോയിൽ ഇരുന്നിട്ട് വേറൊരു ഡ്രൈവർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥ് നമ്പറൊക്കെ കൊടുത്തപ്പോൾ ആ പയ്യനെ വിളിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് സിദ്ധാർത്ഥ് അവിടെ നിന്ന് പോയ സമയത്ത് അയാൾ വേഗം തന്നെ പോയിട്ട് മഹേഷിനെ കോൾ ചെയ്യാണ്. അപ്പോൾ മഹേഷ് ആണെങ്കിൽ ഒരു ചെറിയ ചായക്കടയിൽ നിന്നിട്ട് ചായ കുടിക്കുകയാണ്. അപ്പോൾ അയാൾ വിളിച്ചിട്ട് പറയുന്നുണ്ട്, മഹേഷ്, നിൻ്റെ സിദ്ധു സാർ നിന്നെ അന്വേഷിച്ചിട്ട് സ്റ്റാൻഡിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ, എനിക്കറിയാം, അയാൾ അങ്ങോട്ടേക്ക് വരുന്നു മഹേഷ് അവിടെ നിന്ന് പറയുന്നുണ്ട്.
അപ്പോൾ നിന്നെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അയാൾ കൊല്ലുന്നാണ് തോന്നുന്നത് എന്നൊക്കെ കൂട്ടുകാരൻ പറഞ്ഞു കൊടുക്കുമ്പോൾ മഹേഷ് പറയുന്നുണ്ട്. പിന്നെ അവൻ്റെ കയ്യിൽ എന്നെ കിട്ടുന്നതിന് മുന്നേ അത് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ വേഗം തന്നെ രക്ഷപ്പെട്ടത്. ഒരുപക്ഷെ ഇനി നേരെ നിൻ്റെ വീട്ടിലേക്കായിരിക്കും അവൻ പോവുക. സിദ്ധു എന്നെ തേടി വീട്ടിലേക്ക് ചെല്ലുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഞാൻ ആ വീട് തന്നെ ഒഴിവാക്കി. ഞാൻ കുറച്ച് ദൂരത്തോട്ടായിട്ടാണുള്ളത്. സിദ്ധുവിനെ കൊണ്ട് എന്നെ കണ്ടുപിടിക്കാനൊന്നും സാധിക്കില്ല. ശരി, എവിടെയാണെങ്കിലും സേഫായിട്ട് നിൽക്ക്. ഇവിടെയുള്ള പയ്യനോട് നീ വരികയാണെങ്കിലോ നിന്നെ കാണുകയാണെങ്കിലോ അവനെ വിളിച്ചറിയിക്കാനൊക്കെ പറഞ്ഞിട്ടാണ് പോയിട്ടുള്ളത്. ഓ, അത്രത്തോളായോ? ശരിടാ, ഞാൻ ശ്രദ്ധിച്ചോളാം. വിളിച്ച് പറഞ്ഞതിന് നന്ദി എന്നൊക്കെ പറഞ്ഞിട്ട് കൂട്ടുകാരൻ്റെ ഫോൺ കട്ട് ചെയ്യാണ്. എന്നിട്ട് ചായ കുടിച്ച് അവിടെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് മഹേഷ് കാണുന്നത് സിദ്ധാർത്ഥിൻ്റെ കാർ അതുവഴി പാസ് ചെയ്ത് പോകുന്നത്. സിദ്ധാർത്ഥാണെങ്കിൽ തൊട്ടടുത്തായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. മഹേഷ് അവൻ കാണാതിരിക്കാൻ വേണ്ടി മാക്സിമം ഒളിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. സിദ്ധാർത്ഥിൻ്റെ വണ്ടി മഹേഷിൻ്റെ തൊട്ടടുത്തായിട്ട് എത്തി നിൽക്കുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.